നിങ്ങൾ വെറും വയറ്റിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് ചായ, അത് പാൽ ചായ ആയിക്കോട്ടെ കട്ടൻ ചായ ആയിക്കോട്ടെ, അമിതമായിട്ട് കുടിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് വിളർച്ച അഥവാ അനീമിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികളും അല്ലെങ്കിൽ അനീമിയ ഉള്ളവരും, പ്രത്യേകിച്ച് ഹീമോഗ്ലോബിന്റെ അളവൊക്കെ കുറവുള്ളവരും തീർച്ചയായിട്ടും ഇതുപോലെ വെറും വയറ്റിൽ ഇതുപോലെ അമിതമായിട്ട് ചായ കുടിക്കുന്നത് ഒഴിവാക്കുക. നമുക്കറിയാം ചായയിൽ നല്ല രീതിയിൽ ടാനിൻ അടങ്ങിയിട്ടുണ്ട്. ഈ ടാനിൻ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അയൺ അബ്സോർബ് ചെയ്യുന്നത് തടയും. ഈ അയൺ ആണ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ അയൺ ശരീരത്തിൽ വലിച്ചെടുക്കുന്നത്, അബ്സോർബ് ചെയ്യുന്നത് കുറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ അനീമിയ ഉണ്ടാവും. അനീമിയ ഉണ്ടാകാൻ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇതുപോലെ തന്നെ വെറും വയറ്റിൽ ഒഴിവാക്കേണ്ട മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളാണ് പുളിയുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പുളിയുള്ള ഭക്ഷണങ്ങൾ. അതും രാവിലെ കഴിക്കുന്ന ഒഴിവാക്കുക. ഓറഞ്ച്, മുസമ്പി, നാരങ്ങയൊക്കെ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമായിട്ടൊക്കെ കുടിക്കുന്നത് ഒഴിവാക്കുക. അത് മാത്രമല്ല മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, പലരും ബ്രെഡൊക്കെ രാവിലെ മൈദ അടങ്ങിയ ബ്രെഡ് അമിതമായിട്ട് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കാനായിട്ട് കാരണമാകും. നമുക്കറിയാം രാവിലെ തന്നെ നമുക്ക് മലശോധന കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആ ദിവസം മൊത്തം ഒരു ഉന്മേഷക്കുറവും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പ്രയാസം